ഹായ്. അങ്ങനെ ദീർഘനാളത്തെ പ്രൊക്രാസ്റ്റിനേഷന് ശേഷം ഐ ഫൈനലി ഗെയിൻ ദ കറേജ് ടു ടോക്ക് അബൌട്ട് ദിസ്. ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്ക് ഇന്നലെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഷി വാസ് അറൗണ്ട് 16, ഒരു പെൺകുട്ടിയായിരുന്നു. ആൻഡ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഷി വാസ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ക്ലാസ്സിലെ കുറച്ച് സുഹൃത്തുക്കൾ ഈ ലിപ്സ്റ്റിക് ഇടാൻ ദേ വർ ഫോഴ്സിങ് ഹർ ടു വെയർ ലിപ്സ്റ്റിക് ബിക്കോസ് ലിപ്സ് വർ റിയലി ഡാർക്ക്. അതുപോലെ കുറച്ചൊരു തടി ഉണ്ടായിരുന്നു കുട്ടിക്ക്, കുറച്ച് ഫാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നിരന്തരം കോമെൻറ്റുകൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ വി ടോക്ട് ആൻഡ് ഷി വെൻ ബാക്ക്. പക്ഷേ ആ കുട്ടിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കൺസോൾ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഐ വാസ് തിങ്കിങ് അബൌട്ട് മൈ സ്കൂൾ ഡേയ്സ് വെയർ ഞാനൊരു 8, 9, 10 കാലഘട്ടങ്ങളിൽ മലപ്പുറത്താണ് പഠിച്ചിരുന്നത്. സോ പ്രോബ്ലി എല്ലാവർക്കും അറിയാം, എല്ലാം കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യർ, എനിക്ക് പേഴ്സണലി നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ബ്ലെയിം. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താനോ ഒരു തരത്തിലുള്ള ബ്ലെയിമും നിങ്ങളുടെ മേലെ പറയല്ല. ബട്ട് ദിസ് ഈസ് ടു ബി അഡ്രസ്ഡ്. അതുകൊണ്ടാണ്. സോ എന്നെ ഈ 8th, 9th, 10th ഞാൻ 7th കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്കൂളിൽ, എൻ്റെ നാട്ടിലെ സ്കൂളിൽ പഠിച്ചതിന് ശേഷമാണ് അവിടേക്ക് പോകുന്നത്. ആൻഡ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എന്നെ ചെറുമി എന്ന് വിളിക്കുമായിരുന്നു. സോ ചെറുമി എന്ന് പറയുന്നത് പിന്നീടാണ്, പിന്നീടല്ല, അന്ന് തന്നെ അറിയായിരുന്നു. ലൈക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അത് സോ കോൾഡ് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സാമൂഹ്യപരമായിട്ട് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു കാറ്റഗറിയെ വിളിച്ചിരുന്നതാണ്. അപ്പോൾ പ്യുവർലി എൻ്റെ ചുണ്ടുകൾ നന്നെ കറുത്തിട്ടായിരുന്നു. അതേപോലെ അവരെ അപേക്ഷിച്ച് സ്കിൻ ടോൺ വളരെ ഡള്ളുമായിരുന്നു. ഫെയറും ആയിരുന്നില്ല. സോ ദ തിങ് ഇസ് ദാറ്റ് ഒരു പക്ഷേ അവരുടെ കണ്ടീഷനിങ്, അവർ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, അവർ കണ്ട് ശീലിച്ചിട്ടുള്ളത് വളരെ ഫെയർ ആയിട്ടുള്ള ടോളായിട്ടുള്ള ആളുകളെ ആയിരിക്കാം, നല്ല ഫെയർ ആയിട്ടുള്ള പെൺകുട്ടികളെ, നല്ല ചുമന്ന ചുണ്ടുകളും കവിൾ തടങ്ങളും ഉള്ള പെൺകുട്ടികളെ ആയിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഈ പറയപ്പെടുന്ന ശരീരഘടനയോ നമ്മുടെ സോ കോൾഡ് ഫെയർനെസ്സോ അല്ലെങ്കിൽ ഈ ബാഹ്യ സൗന്ദര്യമോ ഒന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ലൈക്ക് ജെനറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് അതൊരു പ്രൈമറി കാര്യം. രണ്ടാമത്തേത്, ടു ബി ഹെൽത്തി എന്നുള്ളതാണ് ഒരു മനുഷ്യന് എത്തിച്ചേരേണ്ട ഒരു ഇമോഷണൽ മെച്യൂരിറ്റി. ടു ബി ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, ആൻഡ് നോട്ട് ടു ബി ഫെയർ. സോ ഇപ്പോൾ അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ളതൊന്നും എല്ലാ മനുഷ്യർക്കും അറിയണമെന്നില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി ഷേമിങ്ങിനെ നമുക്ക് കൺസിഡർ ചെയ്യാനും പറ്റില്ല. സോ മൈ പോയിന്റ് ഈസ്, നമുക്കങ്ങനെ ആരെയും ഒന്നിൻ്റെ പേരിലും, ശരീരഘടനയുടെ പേരിലോ നിറത്തിൻ്റെയോ എന്തിൻ്റെ പേരിലും ക്രിട്ടിസൈസ് ചെയ്യാനോ കോമെൻറ്റ് ചെയ്യാനോ ഉള്ള എന്താ പറയുക, കോമെൻറ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ലാത്ത പ്രൈമറി തിങ്. 2, അങ്ങനെ ചെയ്യാതിരിക്കാനുള്ളൊരു മിനിമം പക്വത നമ്മൾ കാണിക്കണം. ബിക്കോസ് എത്രത്തോളം അത് ഇമ്പാക്റ്റ് ചെയ്യും, അതായത് അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റിയും അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിയും എത്രത്തോളം അത് ബാധിക്കും, അല്ലെങ്കിൽ അവരെ ഇൻസെക്യൂർ ആക്കിയേക്കാം എന്നുള്ളൊരു ബോധ്യം മനസ്സിലുണ്ടാവണം. ആൻഡ് അങ്ങനെ പറയേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. അവനവൻ്റേതായിട്ടുള്ള ന്യൂനതകളായിക്കോട്ടെ, അല്ലെങ്കിൽ അവനവൻ്റേതായിട്ടുള്ള ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാനുള്ളൊരു പക്വതയും പാകതയും മനുഷ്യർക്കുണ്ട്. സോ ഗീവ് ദം ദാറ്റ് privacy and give them that autonomy to be themselves. That's it. Thank you.